ശ്രീ PM സുരേഷ് ബാബു, അതുതന്നെയാണ്. ഇവിടെ ആരും രാഷ്ട്രീയം കലർത്തുന്നില്ല, ആരും സർക്കാരിനെ പഴിക്കുന്നുമില്ല. പക്ഷേ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. 2018 ശേഷം സംസ്ഥാനത്ത് മഴ ഒന്ന് ആഞ്ഞു പെയ്താൽ തന്നെ വലിയ ഭീതിയിലാകുന്ന ഒരു ജനസമൂഹമുണ്ട്. എന്തും സംഭവിക്കാം എന്നുള്ള നിലയിലേക്ക് ഭീതിയിലാഴ്ത്തുന്ന ഒരു കാലവർഷത്തെ കാത്തിരിക്കുന്ന ഒരു സമൂഹം. അവർക്ക് വേണ്ടി സർക്കാർ എന്ത് സംവിധാനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് തിരമാലയുടെ ശക്തി കുറയ്ക്കാൻ കഴിയില്ല, പക്ഷേ അത് മുന്നിൽ കണ്ട് അവിടെയുള്ള തീരദേശവാസികൾക്ക് വേണ്ടി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. അത് ഇങ്ങനെ കാലതാമസം വരുത്തി അടുത്ത കാലവർഷമാകുമ്പോഴേക്കും അതിൻ്റെ പകുതിയായി, അത് അതിൻ്റെ ദുരിതത്തിലേക്ക് പോയി, വീണ്ടും അടുത്ത കാലവർഷം വരെ അത് മാറ്റിവെച്ച് ഇങ്ങനെയുള്ള ഈ അലംഭാവം എന്തിനാണ് എന്നുള്ള ചോദ്യം മാത്രമേ ഉയരുന്നുള്ളൂ. അല്ല, അതിനെക്കുറിച്ച് മനസ്സിലാവാതെയാണ് ഇപ്പോൾ ആരെങ്കിലും സംസാരിച്ചതെന്ന് തന്നെ അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള തീരം, കടൽ തീരം എന്ന് പറയുന്നത് ഏകദേശം സബ്ജക്ട് ടു കറക്ഷൻ 700 കിലോമീറ്റർ നീളം വരുന്ന ഒരു പ്രദേശം. അതാണ് 700-ലധികം കിലോമീറ്ററാണ് കേരളത്തിൻ്റെ കടൽ തീരമായിട്ടുള്ളത്. ആ കടൽ തീരത്ത് ഒറ്റയടിക്ക് ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർത്ത് കടൽ തീരം തന്നെ ചെയ്ത് തീർക്കണം. അപ്പോൾ ഓഫ് കോഴ്സ് ഏതെങ്കിലും കുറച്ച് ബീച്ച് സൈഡുകളൊക്കെ കുറച്ച് കടലാക്രമണത്തിന് വിധേയമാകാത്തതുണ്ടായാൽ ഒരു 100 കിലോമീറ്റർ അങ്ങനെ കളയുക. എന്നാലും 600 കിലോമീറ്റർ ഒരു അടിക്ക് എല്ലാ കടൽഭിത്തി കെട്ടി തീർക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോഴ്സ് എന്താണ്? നമ്മുടെ റിസോഴ്സ് അതിന് പറ്റുന്നതാണോ? ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസം വേണ്ടേ? കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം കൊടുക്കണ്ടേ? ഇവിടുത്തെ ആളുകൾക്ക് റേഷൻ കിട്ടണ്ടേ? ഇവിടുത്തെ ആളുകൾക്ക് ആരോഗ്യത്തിന് സംരക്ഷണത്തിന് വേണ്ടേ? ഇവിടുത്തെ മറ്റ് ജീവിതങ്ങൾക്ക് യാത്ര ചെയ്യാൻ റോഡുകൾ വേണ്ടേ? ഇങ്ങനെ പല കാര്യങ്ങളിലേക്കും ഒരു ഭരണകൂടത്തിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഭരണകൂടം ശ്രദ്ധിക്കുമ്പോൾ ഏതിനാണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ആളുകളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള പ്രയോറിറ്റിയാണ്. അത് മെഡിക്കൽ കോളേജിൽ ശ്വാസം മുട്ടിക്കിടക്കുന്ന ആളുകളുടെ ജീവനും പ്രയോറിറ്റി ഉള്ളതാണ്. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ അതിന് ഓരോ സംഗതിക്കും ഈ പറയുന്നത് പോലെ ഒറ്റയടിക്ക് അതൊക്കെ തീർത്ത് കളയാം എന്ന് വിചാരിക്കുന്നത്, അല്ലെ തീർക്കണം എന്ന് ആരെങ്കിലും വാശി പിടിക്കുന്നതിൽ ഒരു രാഷ്ട്രീയവുമില്ല എന്ന് കാണാൻ മാത്രമുള്ള ഒരു ചെറിയ ബുദ്ധി എനിക്കില്ല. ആ പറയുന്നതിലൊക്കെ അടിസ്ഥാനപരമായി ഉള്ളിലുള്ള രാഷ്ട്രീയമാണ് അത് അവിടെ നിഴലിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ ബുദ്ധിമോശമായിരിക്കാം, എൻ്റെ വിവരക്കേടായിരിക്കാം, അത് അങ്ങനെ തള്ളു. പക്ഷേ എന്താണ് ഇവിടെ വസ്തുതകൾ എന്നുള്ളതല്ലേ? ആ വസ്തുതകളെക്കുറിച്ച് അവർക്ക് ആർക്കും ബോധ്യമില്ലാത്ത ഒരു കാര്യമല്ലല്ലോ. ഇവിടെ ഒരു പിന്നെ സയൻസുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത് ഇവിടെ യഥാർത്ഥത്തിൽ പെയ്യാനിടുന്ന മഴയുടെ 36% മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന്. മറിച്ച് തീരദേശത്ത് നിന്ന് നമുക്ക് കേട്ട കമൻ്റ് എന്താണ്? പെയ്യേണ്ടതായിട്ട് 100% പെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കോൺട്രഡിക്ടറി വ്യൂസ് കൊണ്ട് ഞാൻ ആ ശാസ്ത്രീയതയെക്കുറിച്ച് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ആപേക്ഷികമായി നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതല്ല നമ്മുടെ മുമ്പിലുള്ള ചർച്ച. ഇവിടെ ഞാൻ ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് എൻ്റെ മനസ്സും എൻ്റെ ശരീരവുമെല്ലാം. ആ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം കിട്ടാൻ ആവശ്യമായ വിഭവ സമാഹരണത്തിന് ഭരണകൂടത്തിൻ്റെ ആളുകൾ തയ്യാറാകണം. അത് സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ആളായാലും തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ആളുകളായാലും അതേപോലെ ഈ പറയുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് സഹായം ലഭ്യമാവണം. ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് കിട്ടിയ പണം മറിച്ച് ചെലവഴിച്ച് നശിപ്പിച്ച് ദൂർത്തടിച്ച് കളഞ്ഞോ എങ്കിൽ നമുക്ക് ഭരണകൂടത്തെ ചോദ്യം ചെയ്യണം. വളരെ വിചിത്രമാണ്. സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട ഈ പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും കേന്ദ്ര സർക്കാരിനെ പഴിപറയുക എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. നമുക്ക് സാറിന് അറിയാമായിരിക്കും, ഒരുപക്ഷെ ഈ പാർവതി പുത്തനാറിൽ വീണ ഒരു തൊഴിലാളി, ശുചീകരണ തൊഴിലാളി, എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് ആ ശുചീകരണ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ആ നഗരസഭയുടെ കെടുകാര്യസ്ഥത നമ്മൾ കണ്ടതാണ്. അതിനുള്ളിൽ അടിഞ്ഞുകൂടി കിടന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരമൊക്കെ. അതിനും ഇനി കേന്ദ്ര സർക്കാരിനെ പഴിപറയുന്ന സാഹചര്യത്തിലേക്കാണോ ശ്രീ PM സുരേഷ് ബാബു എത്തിച്ചേരുന്നത്? അല്ല, ഞാൻ ഈ പറഞ്ഞതിനകത്ത് അങ്ങക്ക് കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞതായിട്ട് തോന്നുന്നുവെങ്കിൽ അത് അങ്ങയുടെ മനസാക്ഷി കുത്തുകൊണ്ട് തോന്നുന്നതാണ്. ഞാൻ ഒരു കേന്ദ്ര സർക്കാരിനെയും ഒരു സംസ്ഥാന സർക്കാരിനെയും ഒരു തദ്ദേശ സർക്കാരിനെയും കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സമാഹരണത്തിന് കേരള
തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികൾ പങ്കാളികളാകണം എന്ന ഒരു നിർദ്ദേശം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. കുറ്റപ്പെടുത്തുന്നു എന്ന് തോന്നുന്നത് അത് മനസാക്ഷി കുത്തുകൊണ്ടാണ് എന്ന് എനിക്ക് ശരി